അരുൺ ആലത്തൂർ കൂടി ചേരുകയാണ്. അരുൺ, എങ്ങനെയാണ് ഓരോ മുന്നണി സ്ഥാനാർത്ഥിയുടെയും വിജയ പ്രതീക്ഷ പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം? അനു, പാലക്കാട്ട് വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ എല്ലാ മുന്നണികളും ഒരേപോലെ വിജയപ്രതീക്ഷ തന്നെയാണ് പങ്കുവയ്ക്കുന്നത്. ഏതായാലും പോളിംഗ് ശതമാനം കുറവാണ് എന്നുള്ളത് പലർക്കും നെഞ്ചെടുപ്പേറ്റുന്ന ഒരു കാര്യവും തന്നെയാണ് എന്നുള്ളതാണ്. 70.51% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 2021 ഇത് 75.44% പോളിംഗ് ആയിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. 2021 ആകെ 1,88,534 വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്, വോട്ടുകളാണ് ഉണ്ടായിരുന്നത്. അതിൽ 1,42,104 വോട്ടായിരുന്നു അന്ന് പോൾ ചെയ്തത്. ഈ ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം 1,94,706 വോട്ടുകളുണ്ട്. അതിൽ പോൾ ചെയ്യപ്പെട്ടിരിക്കുന്നത് 1,37,302 വോട്ടാണ് പോൾ ചെയ്തിരിക്കുന്നത്. 2021 കണക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. ഒന്നാമതെത്തിയ ഷാഫി പറമ്പിൽ 54,079 വോട്ട് ലഭിച്ചു. രണ്ടാം സ്ഥാനത്തെത്തിയ ഈ ശ്രീധരന് 50,220 വോട്ടുകൾ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. ഈ 2021 നഗരസഭാ പരിധിയിൽ മാത്രം 34,144 വോട്ട് BJPക്ക് നേടാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതേസമയം കോൺഗ്രസ് 27,905 വോട്ടാണ് നഗരസഭാ പരിധിയിൽ നേടിയത്. ഏതായാലും നിലവിലെ ഈ കണക്ക് പ്രകാരം പോളിംഗ് ശതമാനത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 70% മാത്രമായി പോളിംഗ് ശതമാനം കുറയുമ്പോൾ നഗരസഭയിൽ പോളിംഗിൽ അല്പം വർധനവുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് പാലക്കാട് മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് നഗരസഭയും മാത്തൂര്, പിരായിരി, കണ്ണാടി എന്നീ 3 പഞ്ചായത്തുകളുമാണ് ഈ മണ്ഡലത്തിലുള്ളത്. അതിൽ നഗരസഭാ പരിധിയിൽ മാത്രം 71% വോട്ട് പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതേസമയം തന്നെ മറ്റ് 3 പഞ്ചായത്തുകളിലേക്ക് നമ്മൾ എടുക്കുമ്പോൾ അവിടെയൊക്കെ 70% പോളിംഗ് രേഖപ്പെടുത്തുന്നുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രമായ പിരായിരിയിലും പോളിംഗ് ശതമാനം കുറവാണ്. അതുപോലെ തന്നെ LDFിൻ്റെ ശക്തി കേന്ദ്രമായ കണ്ണാടിയിൽ ഉൾപ്പെടെ പോളിംഗ് കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് തന്നെയാണ് BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രതീക്ഷ ഏകുന്ന കാര്യം എന്നുള്ളതാണ്. പോളിംഗ് ശതമാനത്തിൽ, അതായത് BJPയുടെ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ വലിയ പോളിംഗ് അനുഭവപ്പെടുന്നു. പ്രത്യേകിച്ച് BJPക്ക് ഏറ്റവും അധികം പോളിംഗ് ശതമാനം വോട്ടുകൾ ലഭിക്കാറുള്ളത് പാലക്കാട് നഗരസഭാ പരിധിയിൽ നിന്നാണ്. നമുക്കറിയാം, രാജ്യത്ത് തന്നെ BJP എന്നുള്ള രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴൊക്കെ ഈ നഗര കേന്ദ്രീകൃതമായിട്ടുള്ളൊരു പാറ്റേൺ ആണ് നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കുക. അതായത് നഗരഭാഗങ്ങളിൽ പോളിംഗ് ശതമാനം വർദ്ധിച്ചു കഴിഞ്ഞാൽ അവിടെ BJP അനായാസം ജയിക്കുന്നതാണ് നമ്മൾ രാജ്യത്ത് തന്നെ ഒരു എല്ലായിടത്തും കണ്ടിട്ടുള്ള ഒരു രീതി എന്നുള്ളത്. അതിപ്പോൾ ഉപതെരഞ്ഞെടുപ്പുകൾ മാത്രമല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും ഒക്കെ ഭാരതത്തിലുടനീളം അത്തരത്തിലാണ്. അതായത് നഗരങ്ങളിൽ പോളിംഗ് ശതമാനം വർദ്ധിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ BJP വിജയിക്കുന്ന ഒരു സാധ്യത അല്ലെങ്കിൽ സാഹചര്യമാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്. ഇവിടെയും ഈ ഉപതെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോഴും പാലക്കാട് നഗരസഭാ പരിധി BJP ഭരിക്കുന്ന നഗരസഭ ഉൾപ്പെട്ട പ്രദേശം, അവിടെ ഏതായാലും പോളിംഗ് ശതമാനം 71% ഉണ്ട് എന്നുള്ളത് തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണ് എന്നുള്ളതാണ്. അവിടെ ഒരു 34,000-ഓളം വോട്ട്, അതായത് കഴിഞ്ഞ തവണത്തെ ഈ നഗരസഭാ പരിധിയിലെ വോട്ട് നമുക്ക് പരിശോധിക്കുമ്പോൾ 34,144 വോട്ടാണ് 2021 മെട്രോമാൻ ഇ ശ്രീധരൻ നഗരസഭാ പരിധിയിൽ നിന്ന് മാത്രം നേടിയിട്ടുള്ളത്. അത് ഒരു 34 അതല്ലെങ്കിൽ 36 എത്തിക്കാൻ BJPക്ക് കഴിഞ്ഞാൽ പിന്നെ 3 പഞ്ചായത്തുകളാണ്. ആ 3 പഞ്ചായത്തുകളിലും ഒരു അനുകൂല തരംഗം ഇത്തവണ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് BJPയുടെ കണക്കുകൂട്ടൽ. പ്രത്യേകിച്ച് ഈ തദ്ദേശ സ്ഥാപനങ്ങൾ തിരിച്ചുള്ള നമ്മൾ കണക്ക് പരിശോധിക്കുമ്പോൾ ഈ പാലക്കാട് നഗരസഭാ പരിധിയിൽ 71.1%, അതായത് 75,884 പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. 2021 ഇത് 79,566 പേർ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. അന്ന് പോളിംഗ് ശതമാനം 75.24% നഗരസഭാ പരിധിയിൽ. പക്ഷേ ഒരു 4% കുറവ് അന്നത്തേതിൽ വെച്ച് നഗരസഭാ പരിധിയിലുണ്ട്. അതേസമയം തന്നെ പിരായിരി പഞ്ചായത്ത് എടുത്ത് പരിശോധിക്കുമ്പോൾ അവിടെ 26,165 പേർ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് 70.1% അവിടുത്തെ പോളിംഗ് നിരക്ക്. പക്ഷേ 2021 എടുത്ത് നോക്കുമ്പോൾ അവിടെ 26,846 പേർ അന്ന് വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് 75.10%. അതായത് പിരായിരി പഞ്ചായത്ത് UDFിൻ്റെ വളരെ ശക്തമായിട്ടുള്ള മേഖലയാണ്. കഴിഞ്ഞ ഈ മെട്രോമാൻ ഇ ശ്രീധരൻ മത്സരിക്കുന്ന സമയത്ത് പിരായിരി പഞ്ചായത്തിലെ വോട്ടുകൾ എണ്ണിയ സമയത്താണ് ഈ ശ്രീധരൻ താഴേക്ക് പോവുകയും ഷാഫി പറമ്പിൽ നിസാര വോട്ടുകൾക്ക് വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും ആ പഞ്ചായത്തിലെ വോട്ട്
വോട്ടിംഗ് ശതമാനത്തിലെ കുറവാണത്. അതായത് കഴിഞ്ഞ തവണ 75.1% ഉണ്ടായിരുന്ന പോളിംഗ് ഇത്തവണ അത് 70.1 ആയിട്ട് കുറഞ്ഞിരിക്കുകയാണ് പിരായിരി പഞ്ചായത്തിൽ ചെയ്തിരിക്കുന്നത്. അതായത് 5% കുറവാണ് പിരായിരി പഞ്ചായത്തിൽ പോളിംഗിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത്. ഏതായാലും അത് ഏത് ഭാഗത്തുള്ള വോട്ടുകളാണ് ഇങ്ങനെ കുറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് പിരായിരി പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നോക്കിക്കാണാനുള്ളത്. മാത്തൂർ പഞ്ചായത്തിനെടുത്ത് പരിശോധിക്കുമ്പോൾ മാത്തൂർ പഞ്ചായത്ത് LDFും UDFും ഒരേപോലെ നിൽക്കുന്ന പഞ്ചായത്താണ്. BJPക്കും അവിടെ അത്യാവശ്യം സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട് ആ പഞ്ചായത്തിൽ. ഏതായാലും ഇടതുപക്ഷം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ അല്പം മേൽക്കൈ, ലോക്സഭയിലാണെങ്കിലും നിയമസഭയിലാണെങ്കിലും അല്പം മേൽക്കൈ ഈ മാത്തൂർ പഞ്ചായത്തിൽ ചെറിയ തോതിൽ നേടിയിട്ടുണ്ട്. അവിടെ ഒരു 3.66% കുറവ് പോളിംഗിലുണ്ട്. അതായത് 17,289 പേരാണ് അവിടെ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്, 70.16%. അതിൽ തന്നെ 2021 17,938 പേർ അവിടെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് 73.82% 2021 കണക്ക് അവിടെ പരിശോധിക്കുമ്പോൾ. ഇനി അവസാനമായിട്ടുള്ളൊരു പഞ്ചായത്തായി നമുക്ക് പരിശോധിക്കാനുള്ളത് കണ്ണാടി പഞ്ചായത്താണ്. അതായത് CPMന്റെ ശക്തമായ മേഖലയാണ് ഈ കണ്ണാടി പഞ്ചായത്ത്. അവിടെ 17,949 പേരാണ് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്, 70.34% അവിടുത്തെ പോളിംഗ്. 2021 ഇവിടെ 17,754 പേര് വോട്ട് രേഖപ്പെടുത്തിയിരുന്നു, 78.45% 2021 അവിടുത്തെ പോളിംഗ് നിരക്ക്. 8.11% പോളിംഗ് ആണ് അവിടെ കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ കണക്കുകൾ തദ്ദേശ സ്ഥാപനങ്ങൾ തിരിച്ചുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് കണ്ണാടി പഞ്ചായത്ത്, CPMന്റെ ശക്തമായ മേഖലയായ CPM ഭരിക്കുന്ന പഞ്ചായത്തായ കണ്ണാടി പഞ്ചായത്തിലാണ് ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ 8.11%. ഒപ്പം തന്നെ പിരായിരി പഞ്ചായത്ത് UDFന്റെ ശക്തമായ മേഖലയാണ്. അവിടെ 5% പോളിംഗിൽ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം ഈ നഗരസഭയിൽ 4% കുറവ് അവിടെ രേഖപ്പെടുത്തുന്നുണ്ടെങ്കിൽ പോലും ഈ മണ്ഡലത്തിലെ ഇപ്പോഴത്തെ പോളിംഗ് ശതമാനം വെച്ച് നോക്കുമ്പോൾ 70.51% എന്നുള്ളതാണ് ഈ പോളിംഗ് നിരക്ക്. അതായത് ആ ശരാശരിയേക്കാൾ മുകളിലാണ് നഗരസഭയിലെ പോളിംഗ്. അതായത് 71.1 നഗരസഭയിലെ പോളിംഗ്. അതേതായാലും BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസം പകരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റൊരു വളരെ ശ്രദ്ധേയമായ കാര്യം, ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം BJPയുടെ ശക്തി കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച്, പ്രത്യേകിച്ച് ഈ മൂത്താൻ സമുദായം മറ്റുമൊക്കെ അധിവസിക്കുന്ന മൂത്താൻ തറ പോലുള്ള മേഖലകളൊക്കെ കേന്ദ്രീകരിച്ച് വലിയ വിവാദങ്ങളും മറ്റുമൊക്കെ ഉടലെടുത്തിരുന്നു. അവിടെ തെറ്റായ നറേറ്റീവുകൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷമാണെങ്കിലും UDF ആണെങ്കിലും ശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ ഈ മേഖലകളിലൊക്കെ ചരിത്രത്തിൽ ആ വിജയപ്രതീക്ഷ തന്നെയാണ് NDA സ്ഥാനാർത്ഥി ജനം TVയോടും അല്പസമയം മുമ്പ് പങ്കുവച്ചത്. അരുൺ, നമ്മൾ കേട്ടതാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ എത്രത്തോളം ശുഭപ്രതീക്ഷയുണ്ട് എന്ന, വിജയം സുനിശ്ചിതം എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് NDA ക്യാമ്പ് ഉള്ളതും. എന്തായാലും അരുൺ ഈ പറഞ്ഞ കണക്കുകൾക്കൊപ്പം തന്നെ ന്യൂനപക്ഷ വോട്ടുകൾ സാധാരണ UDFന് പോകുന്ന വോട്ടുകളിലൊക്കെ ഇത്തവണ വിള്ളൽ ഉണ്ടായി എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. എന്തായാലും ഒരു ദിവസം അല്ലെങ്കിൽ 2 പകൽ ദൂരം മാത്രമേ ഉള്ളൂ ഇനി ഫലം അറിയാൻ.